മഞ്ഞ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് കുപ്പിയും ഫ്ലവറും എല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ പ്ലാന്റ്സ് വളരുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു എൻസൈമാണ് ഓക്സിൻ. അതിങ്ങനെ ഓക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലീഫ് സ്റ്റെം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എന്നാൽ ചില കാലാവസ്ഥയിൽ രാവിലെ നല്ല തണുപ്പ്, ഉച്ചയ്ക്ക് നല്ല ചൂട്, വൈകുന്നേരം വീണ്ടും തണുപ്പ്, ഇങ്ങനെയുള്ള കാലാവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കാലങ്ങളിൽ ഈ പ്ലാന്റ്സ് എല്ലാം ഫ്ലവർ ചെയ്യാൻ തുടങ്ങും. ആ കാലത്ത് ഓക്സിജൻ അങ്ങ് നിർത്തിയിട്ട് ഫ്ലോറിജിൻ പ്രൊഡ്യൂസ്. അപ്പോൾ ഈ ഫ്ലോറിജിൻ വരുന്നതോടുകൂടിയാണ് ഫ്ലവർ ഉണ്ടാകുന്നത്. ഈ പ്രോസസ്സിനെ വെർണലൈസേഷൻ എന്ന് പറയും. വെർണലൈസേഷൻ അതായത് ഫ്ലവർ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക പ്രോസസ്സാണ് ഈ പ്ലാന്റ്സിൽ. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ ഫ്ലവർ പിന്നെ ഫ്രൂട്ട് അല്ലെങ്കിൽ സീഡ് ഉണ്ടാക്കും. അപ്പോൾ ഓരോ ഫ്രൂട്ടും നമ്മൾ സംരക്ഷിപ്പിക്കണം. അതെങ്ങനെയാണ് ഫ്രൂട്ടിനെ നമ്മൾ സംരക്ഷിക്കുന്നത്? ഫ്രൂട്ടിനെ കുത്തുന്ന ഈച്ചകളില്ലേ, അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടി ഒരു ഈച്ചക്കണിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു കുപ്പി എടുക്കുക, കുപ്പിയുടെ അടപ്പിനെ ഇതുപോലെ ദ്വാരമിട്ടിട്ട് ഏതെങ്കിലും കയറോ ചരടോ എടുത്ത് ഇതുപോലെ കെട്ടി കുറുക്കുക. എന്നിട്ട് ഇതിലും ഇതുപോലെ ധാരാളം സുഷിരങ്ങൾ, ഈ പപ്പടക്കുത്തി കൊണ്ടോ എല്ലാം കുത്തിയാൽ മതി, അല്ലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കണം. അതിനുശേഷം ഇത് കണ്ടോ, ഇത് ശർക്കരപ്പാനിയാണ്. ഇത് ഇതിനകത്തോട്ട് ഒഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ സ്വല്പം പറ്റിക്കോട്ടെ, അതാണ് നല്ലത്, കാരണം ഈച്ച അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ. പിന്നീട് വേണ്ടത് ചീഞ്ഞളിഞ്ഞിരിക്കുന്ന പഴം കണ്ടില്ലേ, അത് ഇതിനകത്തോട്ട് ഇടുക. ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഈച്ച സാധാരണ ഈ ചീഞ്ഞിരിക്കുന്ന പഴത്തിലൊക്കെയല്ലേ വരുന്നത്. നമ്മുടെ വീട്ടിൽ പഴം അധികം പഴുത്തിരുന്നാലും പഴത്തിൻ്റെ തൊലി എവിടെ ഇരുന്നാലും വരുന്ന ഒരു ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറയുന്ന ഒരു പൂവീച്ചയുണ്ട്. ഈ പൂവീച്ച വന്നിട്ടാണ് ഈ പൂവിന് കയറി പ്ലാന്റ്സിനെല്ലാം അറ്റാക്ക് ചെയ്ത് അതിൻ്റെ ഫ്രൂട്ടും സീഡും എല്ലാം നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ പൂവീച്ചയെ കളയാൻ വേണ്ടി ഇതുപോലെ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ഇടുക. അതിനുശേഷം ഈ അടപ്പ് നല്ല പാകമായിട്ട് മുറുക്കുക. ഇങ്ങനെ മുറുക്കിയതിന് ശേഷം ഇതെവിടെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ ഇതുപോലെ കൊണ്ടുപോയി കെട്ടിത്തൂക്കുക. അപ്പം നിങ്ങൾ നന്നായിട്ട് മുറുക്കി കഴിഞ്ഞാൽ ഈ കെണി ഫ്ലവറായ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ചെറിയ മാങ്ങ ഉണ്ടാകുകയല്ലേ, അപ്പോൾ മാങ്ങ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് കെട്ടി തൂക്കുകയാണെങ്കിൽ ആ മാങ്ങ ഈച്ച കുത്തി കളയാതിരിക്കും. പിന്നീട് ഈ ഉണ്ണിമാങ്ങ വലുതായി മാമ്പഴം ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, അവിടെ പുഴു വരാതിരിക്കാൻ മാങ്ങ നന്നായിട്ട് മൂത്ത് വിളഞ്ഞു വരുമ്പോൾ ഒത്തിരി ഓവറാവരുത്, പറിച്ചെടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി ഒരു 10 മിനിറ്റ് മുക്കി വയ്ക്കുക, എടുക്കുക. ചെറിയ ചൂടുവെള്ളമായിരിക്കണം, വലിയ ചൂടുണ്ടാകരുത്, അപ്പോൾ മാങ്ങ വെന്തു പോകും. ഇതിന് ശേഷം ഈ മാങ്ങ എടുത്ത് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ പുഴുവില്ലാത്ത മാമ്പഴം തിന്നാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലെ ഈച്ചക്കണി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. ഇപ്പോഴാണ് ഇത് വെക്കേണ്ടത്, കാരണം മാവെല്ലാം പൂക്കുന്ന സമയമല്ലേ, കണ്ണിമാങ്ങ കിട്ടുന്ന സമയം. അപ്പോൾ ഇത് ഒത്തിരി ഉപകാരമായിരിക്കും. ഓക്കെ.